രാമായണം ആദികാണ്ഡം ഭാഗം 9. വിശ്വാമിത്ര മഹർഷിയെ മഹാരാജാവ് തന്നെ യഥാവിധി സ്വീകരിച്ചിരുത്തിയ ശേഷം കൗതുകത്തോടെ അന്വേഷിച്ചു. മഹർഷി, അങ്ങയുടെ കൂടെയുള്ള ഈ മിടുക്കന്മാർ ആരാണ്? ഇവർ അയോധ്യയിലെ ദശരഥ മഹാരാജാവിൻ്റെ പുത്രന്മാരായ രാമനും ലക്ഷ്മണനുമാണ് രാജാവേ. ഞാൻ എൻ്റെ യാഗരക്ഷയ്ക്കായി സിദ്ധാശ്രമത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നതായിരുന്നു. വഴിക്ക് ഭയങ്കരിയായ രാക്ഷസി താടകയെ രാമൻ ഒരു ഏറ്റുമുട്ടലിൽ വകവരുത്തുകയും ചെയ്തു. ഇതെല്ലാം ചെയ്ത് യാഗം രക്ഷിച്ചു തന്നു. എല്ലാം കഴിഞ്ഞ് ഇങ്ങോട്ട് പോരുമ്പോൾ ഇന്ന് കാലത്ത് രാമൻ വഴിയരികെ കാട് മൂടിക്കിടക്കുന്ന ഗൗതമാശ്രമത്തിൻ്റെ അരികിലേക്കൊന്ന് ചെന്നു നോക്കി. രാമൻ ഉള്ളിലേക്ക് ചെന്നതും ശാപമുക്തയായി അഹല്യാദേവി അവിടെ നിൽക്കുന്നു. വളരെ കാലമായി ഭാര്യയെ കാണാതിരുന്ന ഗൗതമ മഹർഷിയും അപ്പോൾ തന്നെ അവിടെ എത്തി. ഇത്രയും കേട്ടപ്പോഴേക്കും ജനകരാജാവിന് രാമൻ്റെ പേരിൽ എന്തെന്നില്ലാത്ത മതിപ്പുളവായി. അദ്ദേഹത്തിന് ആ കുമാരന്മാരെ പിടിച്ച് നാശ്ലേഷിക്കുവാൻ തോന്നി. പക്ഷേ അപ്പോഴേക്കും രാമലക്ഷ്മണന്മാർ മറ്റു കാഴ്ചകൾ കാണാനായി പോയിരുന്നു. ജനക രാജധാനിയിലെ പ്രധാന പുരോഹിതനായിരുന്നു ശതാനന്ദ മുനി. ഗൗതമന്റെയും അഹല്യയുടെയും മൂത്ത പുത്രനാണ് ശതാനന്ദൻ. തൻ്റെ അമ്മയ്ക്ക് ശാപമോചനം ലഭിച്ചെന്ന വാർത്ത കേട്ട് ശതാനന്ദന്റെ ആനന്ദത്തിന് അതിരില്ലായിരുന്നു. വിശ്വാമിത്രൻ രാമലക്ഷ്മണന്മാരെ ആ വഴിക്ക് കൊണ്ടുപോയത് തൻ്റെ അമ്മയെ രക്ഷിക്കാനാണെന്ന് അദ്ദേഹം വളരെ നന്ദിയോടുകൂടി ആലോചിച്ചു. മഹാരാജൻ, വിശ്വാമിത്രൻ വാർത്തകൾ തുടർന്നു. രാമന് അങ്ങയുടെ പക്കലുള്ള ശിവന്റെ ആ വില്ല് ഒന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്. ഓ, അതിനെന്താ? ആ ത്രയംബകമല്ലേ? എനിക്ക് ആ വില്ല് രാമന് കാണിച്ചു കൊടുക്കുന്നതിൽ സന്തോഷമേ ഉള്ളൂ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാൻ ഈയിടെ ആ വില്ല് കാണാനും എടുത്തുപൊക്കി ശക്തി പരീക്ഷിക്കുവാനും വരുന്നവർക്ക് അനുഷ്ഠിക്കാൻ ചില നിബന്ധനകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ നിബന്ധനകൾ രാമനും ബാധകമാണെന്ന് മാത്രം. ആദ്യമായി ആ വില്ല് എങ്ങനെയാണ് എൻ്റെ കൈവശം വന്നുപെട്ടതെന്ന് പറയാം. ശ്രീ പരമേശ്വരന് ത്രിപുരന്മാരെ കൊല്ലാനായി ദേവന്മാർ വിശ്വകർമാവിനെ കൊണ്ട് ശ്രദ്ധയോടെ പണി കഴിപ്പിച്ചു കൊടുത്തതാണ് ത്രയംബകം. ശിവഭഗവാനാവട്ടെ ആവശ്യം കഴിഞ്ഞ ശേഷം ഒരിക്കൽ താൻ എന്തിനത് സൂക്ഷിക്കണം എന്ന് വെച്ച് ദേവന്മാർക്ക് തന്നെ മടക്കി കൊടുത്തു. ദേവന്മാരാകെ കുഴങ്ങിപ്പോയി. അവർക്ക് എന്തിനാണ് ഇത്ര വലിയൊരു വില്ല്? അവിടെ സൂക്ഷിച്ചാൽ ആപത്താവുമെന്ന് അവർ ഭയപ്പെട്ടു. വല്ല വിധേനയും അത് ശത്രുക്കളുടെ കയ്യിൽപ്പെട്ടാൽ അതായിരുന്നു ദേവന്മാരുടെ പേടി. അക്കാലത്ത് എൻ്റെ പൂർവികരിൽ ഒരാളായ ദേവരാത രാജാവായിരുന്നു ഈ നാട് ഭരിച്ചിരുന്നത്. അദ്ദേഹം പേരെടുത്ത വില്ലാളിയും ദേവന്മാരുടെ സുഹൃത്തുമായിരുന്നു. ദേവലോകം ശത്രുക്കളുടെ ആക്രമണത്തിനിരയാവുമ്പോഴൊക്കെ ദേവരാത രാജാവിനെ തേരയച്ചു കൂട്ടിക്കൊണ്ടു പോവുക പതിവായിരുന്നു. എന്തിനധികം പറയണം. അങ്ങനെ ഒരിക്കൽ അദ്ദേഹം ദേവലോകത്ത് നിന്ന് തിരിച്ചു വരുമ്പോൾ ദേവന്മാരെല്ലാവരും കൂടെ ആ ശിവചാപം ദേവരാത രാജാവിന് ഒരു സമ്മാനം എന്ന നിലയിൽ കൊടുത്തു തടി തപ്പുകയാണ് ഉണ്ടായതെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അതിവിടെ സൂക്ഷിക്കാൻ തുടങ്ങിയിട്ട് തലമുറകൾ കഴിഞ്ഞെങ്കിലും യാതൊരു കുഴപ്പവും ഇവിടെ ഉണ്ടായിട്ടുള്ളതായിട്ട് എൻ്റെ അറിവിലില്ല. നേരെ മറിച്ച് എനിക്കിപ്പോൾ ആ വില്ല് കൊണ്ട് ഒരു ഉപകാരം ഉണ്ടായിട്ടുമുണ്ട്. ഞാൻ ഈയിടെ വലിയ ഒരു ധർമ്മസങ്കടത്തിൽ പെടുകയുണ്ടായി. അതിൽ നിന്നും തലയൂരി രക്ഷപ്പെടാൻ സാധിച്ചത് ഈ വില്ല് ഇവിടെ ഉണ്ടായതുകൊണ്ട് മാത്രമാണ്. അതെന്താണ്? ആഹാ, കുമാരന്മാർ കഥ കേൾക്കാൻ താല്പര്യപ്പെടുന്നുണ്ടല്ലേ? ശരി, കേട്ടോളൂ. 8-9 വർഷങ്ങൾക്ക് മുൻപാണ് ഞാനൊരിക്കൽ യജ്ഞവേദിയിൽ കന്നുകൂട്ടുകയായിരുന്നു. പെട്ടെന്ന് അതാ കേൾക്കുന്നു പിന്നിൽ നിന്ന് ഒരു കുഞ്ഞിന്റെ കരച്ചിൽ. എന്താണത്? ഞാൻ തിരിഞ്ഞു നോക്കി. ദൈവമേ, ഒരു പിഞ്ചോമന ഉഴവുചാലിൽ കിടന്ന് ഒരു ചോരക്കുഞ്ഞ് കരയുകയാണ്. ഭൂമിദേവി എനിക്കായി തന്നതാണെന്ന് ഞാൻ വിശ്വസിച്ച് ആ പെൺകുഞ്ഞിനെ എൻ്റെ സ്വന്തം മകളായി വളർത്തി. സീതയിൽ നിന്ന് കിട്ടിയതാകിയാൽ അവൾക്ക് സീത എന്ന പേര് വിളിച്ചു. എൻ്റെ കുഞ്ഞുമോൾ ക്രമേണ സുന്ദരിയും സുശീലയുമായി വളർന്നു. കന്യകയായി കല്യാണപ്രായത്തിലേക്ക് കാൽ കുത്തിയപ്പോഴല്ലേ കുഴപ്പങ്ങൾ തലപൊക്കിയത്. എന്തായിരുന്നു എന്നല്ലേ? എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. എല്ലാവരും പേരും പെരുമയുമുള്ള രാജാക്കന്മാരും. അവരെ കൊണ്ടാണ് കുഴപ്പമായത്. അവരോരോരുത്തരും ആവശ്യപ്പെട്ടു സീതയെ അവർക്ക് പുത്രവധുവായി കൊടുക്കാൻ. എല്ലാവരും എനിക്ക് വേണ്ടപ്പെട്ടവരാണ്. ഞാൻ എന്ത് ചെയ്യും? ആർക്ക് കൊടുക്കും എൻ്റെ മകളെ? സീത ഒന്നല്ലേ ഉള്ളൂ. വിവാഹാർത്ഥികളാണെങ്കിൽ 100 കണക്കിലും. ഇതിലും വലിയ ധർമ്മസങ്കടമുണ്ടോ? മെല്ലെ മെല്ലെ സ്നേഹിതന്മാർ ശത്രുക്കളാകാൻ തുടങ്ങി. ചിലർ ബലപ്രയോഗത്തിന് പോലും മുതിർന്നു. ഈ ദുർഘടഘട്ടത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിക്കവേ എനിക്ക് ആ വില്ലിൻ്റെ ഓർമ്മ വന്നു. ഞാനൊരു ഉപായം കണ്ടുപിടിച്ചു. ആ വില്ലെടുത്ത് ഞാൻ ഇടുന്ന രാജപുത്രന് സീതയെ കല്യാണം ചെയ്തു കൊടുക്കും. രാജാക്കന്മാർക്കെല്ലാം വിവരം കൊടുത്തു. നാട്ടിലുടനീളം അറിയിച്ചു. എന്നിട്ടും തലവേദന തീർന്നില്ല എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഈ വിളംബരം വിവാഹാർത്ഥികൾ ഒരു വെല്ലുവിളിയായിട്ടാണ് കണക്കാക്കിയത്.
രാജകുമാരന്മാർ പല ദിക്കുകളിൽ നിന്ന് വന്നു. വില്ല് കണ്ടു, എടുക്കാനും ഞാനിടാനും ശ്രമിച്ചു. എന്നിട്ടോ കേൾക്കണ്ടേ വിഷമം, ഒരൊറ്റയാൾക്ക് പോലും അതെടുത്ത് വില്ല് കുലയ്ക്കുവാൻ കഴിഞ്ഞില്ല. ഞാൻ എന്തു ചെയ്യും? സകലരും എൻ്റെ നേരെ ചാടാൻ തുടങ്ങി. ക്ഷണിച്ചു വരുത്തി അപമാനിക്കുകയല്ലേ ചെയ്തത്, കാണിച്ചു തരാം എന്ന് പോലും പറഞ്ഞവരുണ്ട്. അടുത്ത ദിവസം തന്നെ രാമന്റെ ബലപരീക്ഷയ്ക്കുള്ള രംഗമൊരുക്കി. നിറഞ്ഞ സദസ്സിന്റെ നടുത്തളത്തിലേക്ക് വില്ല് കൊണ്ടുവരാൻ ആജ്ഞാപിക്കപ്പെട്ടു. അവിടെ കൂടിയിരിക്കുന്ന കാണികൾ എല്ലാവരും അത്ഭുതപ്പെട്ടു പോയി. എന്തിനായിരുന്നു അവരെല്ലാവരും അത്ഭുതപ്പെട്ടത് എന്നറിയണ്ടേ? അപ്പോൾ ഞാൻ അടുത്ത ഭാഗമായിട്ട് വേഗം വരാട്ടോ. കഥ ഇഷ്ടാവുന്നുണ്ടോ? ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ.